നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള ചാപ്റ്ററിലെ ക്യാരക്ടർ സ്കെച്ചാണ്. ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് ക്യാരക്ടർ സ്കെച്ച് റിലേറ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാച്ച് ബോക്സിലെ ക്യാരക്ടർ സ്കെച്ചും പിന്നീട് ഹൊരിഗല്ലുവിലെ ക്യാരക്ടർ സ്കെച്ചും ആയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും സ്കെച്ച് നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ഇതിൽ അവർ ഓഫ് ട്രൂത്തിലെ മിക്ക ക്യാരക്ടേഴ്സിനെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റോബർട്ട് ബാൽവിൻ ആണ്. ദെൻ ജോൺ ഗ്രഷാം ഉണ്ട്, അതുപോലെ മാർത്ത ബാൽവിൻ ഉണ്ട്, ജോൺ ഗ്രഷാം ബാൽവിൻ, ദെൻ എവി. അപ്പം ഇത്രയും പേരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഞാൻ +1, +2 ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ക്ലാസ്സസ് മാത്രമല്ല കേട്ടോ, സമ്മറീസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ ചാനൽ ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്നെയും ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്യാരക്ടർ ഇസ് റോബർട്ട് ബാൽവിൻ. Robert Balvin is a central character of the play The Hour of Truth by Percival Wilde. അപ്പോൾ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള പെർസീവിയൽ വൈൽഡ് എഴുതിയിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ ലെസണിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് റോബർട്ട് ബാൽവിൻ ആണ്. ഈ ഒരു ചാപ്റ്റർ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഹീ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ ഹോൾ വൺ ആക്ട് പ്ലേ റിവോൾവ്സ് ഹിം. അപ്പോൾ അദ്ദേഹം ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഇതിലെ ഫുൾ പ്ലേയും അദ്ദേഹത്തെ സറൗണ്ട് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. ഹീ ലിവ്സ് ഇൻ ദ കോട്ടേജ് വിത്ത് ഹിസ് ഫാമിലി. ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മാർത്ത ആൻഡ് ഫാദർ ഓഫ് എവി ആൻഡ് ജോൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് മാർത്ത എന്നാണ്, അതുപോലെ 2 മക്കളാണുള്ളത്, ജോണും എവിയും. ദേ ഹാഡ് ലിമിറ്റഡ് ഇൻകം ബട്ട് ദേ ലിവ്ഡ് ഹാപ്പിലി ആൻഡ് പീസ്ഫുള്ളി. അപ്പോൾ അവർക്ക് ലിമിറ്റഡ് ഇൻകം, വളരെ കുറച്ച് വരുമാനം മാത്രമേ ഉള്ളൂ, പക്ഷേ അത് വെച്ചിട്ട് അവർ സന്തോഷമായിട്ടും സമാധാനമായിട്ടുമാണ് ജീവിക്കുന്നത്. റോബർട്ട് ബാൽവിൻ ആൻഡ് ജോൺ ഗ്രഷാം ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ റോബർട്ട് ബാൽവിനും ജോൺ ഗ്രഷാം എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് ദേ വർക്ക് ടുഗദർ ഇൻ എ ബാങ്ക് ഓഫ് വിച്ച് ഗ്രഷാം വാസ് ദ ഓണർ ആൻഡ് ബാൽവിൻ വാസ് ജസ്റ്റ് ആൻ എംപ്ലോയി. അങ്ങനെ അവർ ഒരുമിച്ച് ഒരു ബാങ്കിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഗ്രഷാം എന്ന് പറയുന്ന ക്യാരക്ടർ ആ ബാങ്കിൻ്റെ ഓണറാണ്, ബാൽവിൻ ഒരു എംപ്ലോയിയുമാണ്. He is really true to himself and conscious, but he struggles to keep to his truthful ways of life. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി പറയുന്ന കാര്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സത്യസന്ധത മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ഒരുപാട് പാടുപെടുന്നുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസൊക്കെ നമ്മൾ ടെക്സ്റ്റ് ചെയ്യുന്നെടുത്ത് അതുപോലെ എഴുതിയതാണ് കേട്ടോ. He values honesty and loyalty to the organization more than 35-year long friendship. അതുപോലെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും ഒക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂറും വിശ്വാസവും ഒക്കെ അദ്ദേഹം 35 വർഷം നീണ്ടു നിന്നിരുന്ന ഫ്രണ്ട്ഷിപ്പിനേക്കാളും കൂടുതൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഹി ലൈക്സ് ഗ്രഷാം വെരി മച്ച്, ദാറ്റ്സ് വൈ ഹി പുട്ട് ഹിസ് നെയിം ടു ഹിസ് സൺ. അപ്പോൾ തൻ്റെ ഫ്രണ്ടായ ഗ്രഷാമിനെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ആ പേര് മകന് ഇട്ടത്. Balvin leads a happy and satisfying life till Grisham misappropriates the bank money and bank is closed and Grisham is in the jail. അപ്പോൾ ബാൽവിൻ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചത്. എപ്പോഴാണോ ഗ്രഷാം തൻ്റെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട്സിൽ നിന്ന് ഫണ്ട്സ് എടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ബാങ്കിൽ ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഫണ്ട്സ് എടുത്തിട്ട് അദ്ദേഹം മിസ്അപ്രോപ്രിയേറ്റ്, അതായത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു. ആ നിമിഷം വരെയും ബാൽവിനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. Everyone knows Balvin's character and they supported him. അപ്പം എല്ലാവർക്കും ബാൽവിൻ്റെ ക്യാരക്ടർ അറിയായിരുന്നു, എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബാങ്കിൽ നിന്നുള്ള ഫണ്ട്സ് എടുത്തു എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ആ ഫണ്ട്സ് എടുത്തത് പ്രശ്നമായി, അങ്ങനെ അദ്ദേഹം ജയിലിലുമായി ഗ്രഷാം. ഓക്കെ, അപ്പോൾ ബാൽവിൻ്റെ സത്യസന്ധത എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു. എവരിവൺ നോസ് ബാൽവിൻസ് ക്യാരക്ടർ ആൻഡ് ദേ സപ്പോർട്ടഡ് ഹിം. ഇപ്പോൾ എല്ലാവർക്കും ബാൽവിൻ്റെ ക്യാരക്ടർ അറിയാമായിരുന്നു, എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഗ്രഷാം offered an amount of bribe to Balvin, but the amount of bribe was huge. ഒരു ബ്രൈബ് അല്ലെങ്കിൽ ഒരു കൈക്കൂലി ആരെ ഓഫർ ചെയ്തു? ഗ്രഷാം നമ്മുടെ ബാൽവിൻ ഓഫർ ചെയ്തു. അത് വളരെ ഹ്യൂജ് ആയിട്ടൊരു എമൗണ്ട് ആയിരുന്നു. $100,000 ആയിരുന്നു അദ്ദേഹം ഓഫർ ചെയ്തത്. When the family came to know the amount was such a huge one, they were all looking for excuses to make Balvin to do as Grisham wanted him to do. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ അവരെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതുവരേക്കും അവർ ബാൽവിൻ്റെ സപ്പോർട്ടായിരുന്നുവെങ്കിൽ അവർ ഗ്രഷാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാൽവിനോട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ബാൽവിൻ ഗ്രഷാമിന് എതിരായിട്ട് പറയരുത് എന്ന് പറയുകയുണ്ടായി. എവരിവൺ ഫോഴ്സ്ഡ് ബാൽവിൻ ജസ്റ്റ് ടു സേ ഐ ഡോണ്ട് റിമെമ്പർ. എല്ലാവരും ബാൽവിനെ
എനിക്കൊന്നും ഓർമ്മയില്ല, ഐ ഡോണ്ട് റിമെമ്പർ എന്നുള്ള വേർഡ്സ് പറയണമെന്ന് ഫോഴ്സ് ചെയ്തു. ഇൻ ദ കോർട്ട് വെൻ ജഡ്ജ് ക്വസ്റ്റ്യൻസ് ഹിം. അപ്പോൾ കോടതിയിൽ ജഡ്ജ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങനെ പറയണമെന്ന് പറയുകയുണ്ടായി. ബട്ട് ബാൽവിൻ ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് പ്രോവർട്ടി റെഫ്യൂസസ് ടു ടേക്ക് ദ ബ്രൈബ്. എന്നാൽ ബാൽവിൻ തൻ്റെ പ്രോവർട്ടി, തൻ്റെ ദാരിദ്ര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഈ ഒരു കൈക്കൂലി വാങ്ങാൻ മുതിർന്നില്ല. He said that he lived all his life as an honest man and he would like to die with this image. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ഞാനൊരു സത്യസന്ധനായ മനുഷ്യനായിട്ടാണ് ജീവിച്ചത്, ഇനിയും അങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. And he would like to die with this image. Even his family tried to convince him, but Balvin remained unchanged. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൺവിൻസ് ചെയ്തു, പക്ഷേ അദ്ദേഹം അൺചേഞ്ച്ഡ് ആയിട്ട് റിമൈൻ ചെയ്തു. He believed that he will be a liar, hypocrite and a thief. If he does this bad act, it will a crime in front of the Almighty. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ചത് എന്താണ്? ഹി ബിലീവ്സ് ദാറ്റ് ഹി വിൽ ബി എ ലയർ. അദ്ദേഹം ഒരു കള്ളനായി പോകും, അല്ലെങ്കിൽ ഒരു ഹിപ്പോക്രൈറ്റ് ആയി പോകും, അതല്ലെങ്കിൽ തീഫായി പോകും. താനൊരു കള്ളനായി പോകും, താനൊരു ചതിയനായി പോകും, അതല്ലെങ്കിൽ താൻ ഒരു മോഷ്ടാവായി പോവും ഇങ്ങനെ ഒരു തെറ്റ് പറഞ്ഞാലെന്ന് അദ്ദേഹം പറഞ്ഞു. ആൻഡ് ഇഫ് ഹീ ഡാസ് ദിസ് ബാഡ് ആക്ട് ഇറ്റ് വിൽ ബി എ ക്രൈം ഇൻ ഫ്രണ്ട് ഓഫ് ആൾമൈറ്റി. അതുപോലെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ബാഡ് ആക്ട് തെറ്റാണ്, അത് ചെയ്ത് കഴിഞ്ഞാൽ താൻ ദൈവത്തിൻ്റെ മുന്നിൽ, ഓൾമൈറ്റി മീൻസ് ഗോഡിൻ്റെ മുന്നിൽ താൻ തെറ്റുകാരനാവുമെന്ന് ബാൽവിൻ പറയുകയുണ്ടായി. ഈവൻ ഗ്രിഷാം ഇസ് ഓൾസോ പ്രൗഡ് ഓഫ് ഹിം. പക്ഷേ ഗ്രിഷാമിനും ബാൽവിൻ്റെ സ്വഭാവം വളരെ അഭിമാനമുണ്ടാക്കുന്നതായിരുന്നു. അദ്ദേഹം കൈക്കൂലി ഓഫർ ചെയ്തു എങ്കിൽ പോലും ഇയാളുടെ സ്വഭാവം എന്താണെന്ന് ഗ്രിഷാമിനും നന്നായിട്ട് അറിയാമായിരുന്നു. Because of that, he confessed his crime and recommended Mr. Marshall to give him a job. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കൺഫസ് ചെയ്തത്, അതായത് കുറ്റസമ്മതം നടത്തിയത്, അല്ലെങ്കിൽ കുമ്പസരിച്ചത് എന്നാണ് മീനിങ് കൺഫസ്ഡ്. അപ്പോൾ കുറ്റസമ്മതം നടത്തിയത് എന്തുകൊണ്ടാണ്? ഗ്രിഷാമിന് ബാൽവിൻ്റെ ക്യാരക്ടർ അറിയാമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയത്. എന്നിട്ട് മിസ്റ്റർ മാർഷലിനോട് റെക്കമെൻഡ് ചെയ്തു ബാൽവിനൊരു ജോബ് കൊടുക്കണമെന്ന്. ബാൽവിൻ റിമൈൻഡ് ഓണസ്റ്റ് ആൻഡ് ടോട്ട് ഹിസ് ഫാമിലി ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓണസ്റ്റി. ഇപ്പോൾ ബാൽവിൻ വളരെ ഓണസ്റ്റായിട്ട് റിമൈൻഡ് ചെയ്തു, അതുപോലെ തൻ്റെ ഫാമിലിക്ക് ഓണസ്റ്റിയുടെ ഇമ്പോർട്ടൻസ്, സത്യസന്ധതയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ബാൽവിൻ ഇസ് എ റോൾ മോഡൽ ടു ഹാവ് ഓൾ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ബാൽവിൻ എല്ലാ ഹ്യൂമൻ ബീങ്സിനും, എല്ലാ മനുഷ്യർക്കും ഒരു റോൾ മോഡലാണ്. ദോ ഹി സഫേർഡ് എ ലോട്ട്, അദ്ദേഹം ഒരുപാട് സഫർ ചെയ്തുവെങ്കിലും ഹി പ്രൂവ്ഡ് ദാറ്റ് ട്രൂത്ത് വിൽ പ്രിവെയിൽ ഇൻ ദ എൻഡ്. ഒരുപാട് കഷ്ടപ്പെട്ടു എങ്കിൽ പോലും ബാൽവിൻ പറയുന്നത് എന്താണ്? സത്യം മാത്രമേ അവസാനം നിലനിൽക്കൂ എന്ന് അദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ ഒരു ഇൻസിഡൻറ്റിലൂടെ നമ്മളോട് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയുമാണ് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. നെക്സ്റ്റ് ക്യാരക്ടർ ഇസ് ജോൺ ഗ്രഷാം. ജോൺ ഗ്രഷാം ഇസ് ദ ഫൗണ്ടർ ഓഫ് എ പ്രൈവറ്റ് ബാങ്ക് വെർ റോബർട്ട് ബാൽവിൻ, സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് ഇസ് വർക്കിംഗ്. അപ്പോൾ റോബർട്ട് ബാൽവിൻ വർക്ക് ചെയ്യുന്ന ബാങ്കിൻ്റെ ഫൗണ്ടറാണ് ജോൺ ഗ്രഷാം. John Gresham and Robert Balvin are good friends and they work together in a bank of which Gresham is the owner and Balvin is an employee. നേരത്തെ പറഞ്ഞതാണ്. But he never appears on the stage. Gresham never appears on the stage. ഒരിക്കൽ പോലും ഗ്രഷാം സ്റ്റേജിൽ വരുന്നില്ല. We understand about Gresham from others' descriptions. പക്ഷെ നമ്മൾ ഗ്രഷാമിൻ്റെ ഡിസ്ക്രിപ്ഷൻസിലൂടെ ഗ്രഷാമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഡിസ്ക്രിപ്ഷൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവരണത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. റോബർട്ട് ബാൽവിൻ ലൈക്സ് ഗ്രഷാം വെരി മച്ച്, ദാറ്റ്സ് വൈ ഹി പുട്ട് ഹിസ് നെയിം ടു ഹിസ് സൺ. അപ്പോൾ റോബർട്ട് ബാൽവിന് ഗ്രഷാമിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് റോബർട്ട് ബാൽവിൻ തൻ്റെ മകന് ഗ്രഷാമിൻ്റെ പേരിട്ടത്. ഇറ്റ് പ്രൂവ്സ് ബാൽവിൻസ് സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ടു ഗ്രഷാം. ഇത് ഗ്രഷാമിനുള്ള ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നതാണ്. Gresham is clever and little bit cunning and he is successful in running his bank profitably from last 35 years. So Gresham ഭയങ്കര ക്ലവറും കുറച്ച് കണ്ണിങ്ങുമാണ്, കുറച്ച് കുശാഗ്ര ബുദ്ധിക്കാരനുമാണ്. അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് കഴിഞ്ഞ 35 വർഷം ഈ ഒരു ബാങ്ക് റൺ ചെയ്തത്. When the play opens, it is reported that he is in police custody for misappropriation of depositors' money. It proves his craving for money. So ഈ ഒരു പ്ലേ ഓപ്പൺ ചെയ്യുമ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഗ്രഷാം എന്നാണ് പറയുന്നത്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ പണത്തിനോടുള്ള ക്രേവിംഗ്, ആർത്തി കാണിക്കുന്നതാണ്. Though he is good friend of Balvin, Gresham tries to influence Balvin by offering $100,000. ഗ്രഷാമിൻ്റെ ബാൽവിൻ്റെ ഗുഡ് ഫ്രണ്ട് ആണെങ്കിലും ഗ്രഷാം തൻ്റെ വഴുതിക്ക് അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തേക്ക് ബാൽവിനെ നിർത്താൻ വേണ്ടിയിട്ട് $100,000 ഓഫർ ചെയ്യുന്നുണ്ട്. ഹി ഓൾസോ ട്രൈസ് ടു ചേഞ്ച് ബാൽവിൻ. അതുപോലെ ബാൽവിനെ ചേഞ്ച് ചെയ്യാനും നോക്കുന്നുണ്ട്. From the words of Balvin's son and daughter, we understand that Gresham didn't pay proper salary for Balvin and other employees. ബാൽവിൻ്റെ മക്കളിൽ നിന്ന് അല്ലെങ്കിൽ ജോണിൽ നിന്നും എവിയിൽ നിന്നുമാണ് നമുക്ക് മനസ്സിലാവുന്നത് ബാൽവിൻ അങ്ങനെ
ബാൽവിന് മാത്രമല്ല മറ്റ് എംപ്ലോയീസിനും ഗ്രഷാം ക്യാഷ് അല്ലെങ്കിൽ സാലറി പ്രോപ്പറായിട്ട് പേ ചെയ്യാറില്ലായിരുന്നു എന്നത്. Though he was seen corrupt in the beginning, Gresham proves himself to be a good friend at the end. ആദ്യം കറപ്റ്റായിട്ടാണ് കാണിച്ചതെങ്കിലും അല്ലെങ്കിൽ ആദ്യം കറപ്റ്റായിട്ടാണ് പെരുമാറിയതെങ്കിലും ഈ ഒരു പ്ലേയുടെ ലാസ്റ്റ് അദ്ദേഹം നല്ലൊരു ക്യാരക്ടറായി മാറുന്നുണ്ട്. ഹി കൺഫസസ് ഹിസ് ഗിൽറ്റ് ബിഫോർ ഹിസ് ട്രയൽ ബിഗിൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരണ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഹി റിയലൈസസ് ഇറ്റ് വുഡ് ബി എ പെയിൻഫുൾ തിങ് ഫോർ ബാൽവിൻ ടു ലൈ. അതുപോലെ അയാൾ മനസ്സിലാക്കുന്നുണ്ട് ബാൽവിന് കള്ളം പറയുക എന്നുള്ളത് ഒരു വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബാൽവിനെ സംബന്ധിച്ചിടത്തോളം. അത് ഗ്രിഷാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കൺഫസ് ചെയ്യുന്നു. ഹി മൈറ്റ് ബി ബാഡ് ആസ് എ ബാങ്കർ ബട്ട് ഹി വാല്യൂസ് ദ ഫീലിങ്സ് ഓഫ് ബാൽവിൻ, ഹിസ് ഓണസ്റ്റി ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. മേ ബി ഇദ്ദേഹം ഒരു ബാങ്കറായിട്ട് അദ്ദേഹം മോശമായിരിക്കാം, പക്ഷേ ഒരു ഫ്രണ്ടായിട്ട് അദ്ദേഹം ഒരു നല്ല വ്യക്തിയായിരുന്നു. അദ്ദേഹം ബാൽവിൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും അദ്ദേഹത്തിൻ്റെ അവരുടെ സൗഹൃദവും ഒക്കെ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ബാൽവിൻ മോശം ക്യാരക്ടറായിരുന്നെങ്കിലും ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഗ്രഷാം മോശം ക്യാരക്ടറായിരുന്നെങ്കിലും ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഗ്രഷാം ഒരു നല്ല ക്യാരക്ടറായി മാറുന്നുണ്ട്. ഇടയ്ക്ക് എനിക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ബാൽവിൻ ഗ്രഷാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് സാധിക്കും. Next character is Martha. Martha, another important character in Percival Wilde's The Hour of Truth, is the wife of Robert Baldwin and mother of Evie and John. അപ്പോൾ മാർത്ത എന്നുള്ളത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ബാൽവിൻ്റെ വൈഫാണ്, അതുപോലെ തന്നെ ജോണിൻ്റെയും എവിയുടെയും മദറുമാണ്. ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹർ ഓണസ്റ്റ് ഹസ്ബൻഡ്. അവർക്ക് തൻ്റെ ഓണസ്റ്റ് ഹസ്ബൻഡിൽ വളരെ പ്രൗഡായിരുന്നു, വളരെ അഭിമാനമായിരുന്നു അവർക്ക്. അവരുടെ ഹസ്ബൻഡ് വളരെ ഓണസ്റ്റ് ആയതുകൊണ്ട്. ദിസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ഹർ വേർഡ്സ് അബൌട്ട് ബാൽവിൻ. ഇത് ബാൽവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇൻ ദ ഓപ്പണിംഗ് ഷി വാസ് നിറ്റിങ് എ ക്ലോത്ത്. ഈ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരൊരു ക്ലോത്ത് ഇങ്ങനെ നിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, തുന്നിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇറ്റ് ഷോസ് ഹർ ഇൻട്രസ്റ്റ് ഇൻ നിറ്റിങ്. അത് തന്നെ അവർക്ക് തുന്നലിലുള്ള ഇൻട്രസ്റ്റാണ് കാണിക്കുന്നത്. ഷി വാസ് വെരി ആങ്ഷ്യസ് ആൻഡ് ടെൻസ്ഡ് അബൌട്ട് ദ അറൈവൽ ഓഫ് ബാൽവിൻ. ദിസ് പ്രൂവ്സ് ഹർ ലവ് ടുവേർഡ്സ് ഹർ ഹസ്ബൻഡ്. അതുപോലെ ഹസ്ബൻഡ് വരുന്നതിനെ പറ്റിയിട്ട് വളരെ ആങ്ഷ്യസും ടെൻസ്ഡും ആയിരുന്നു. അത് അവർക്ക് ഹസ്ബൻഡിനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. ഷീ ഈസ് എ ഗ്രേറ്റ് സപ്പോർട്ട് ടു ഹർ ഹസ്ബൻഡ് ഇൻ ദ ബിഗിനിങ് ബട്ട് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദ പ്ലേ ഷീ ചേഞ്ച്ഡ് ഹർ മൈൻഡ്. പക്ഷേ ആദ്യം ഹസ്ബൻഡിനോട് വളരെ സപ്പോർട്ടീവ് ആയിരുന്നുവെങ്കിലും പിന്നീട് ഈ പ്ലേ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ പ്ലേ ഇങ്ങനെ അതിങ്ങനെ പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ മനസ്സ് മാറ്റുന്നുണ്ട്. ദ ബ്രൈബ് ഓഫ് $100,000 ടു ഹർ ഹസ്ബൻഡ് മേക്സ് ഹർ റെഡി ടു ഗിവ് അപ്പ് ഹർ പ്രിൻസിപ്പിൾസ്. $100,000 ആ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇവരുടെ മനസ്സ് മാറ്റുന്നു. The bribe of $100,000 to her husband makes her ready to give up her principles. She looks for loopholes to take the money without any guilty feeling. ഒരു ഗിൽറ്റി ഫീലിംഗും ഇല്ലാതെ ഈ പണം എങ്ങനെ കയ്യിലാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇവർ ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. When she came to know the amount was such a huge one, she was looking for excuses to make Baldwin do as Grisham wanted him to do. അതുപോലെ അവർ ഈ ക്യാഷ് ഒരു ഹ്യൂജ് എമൗണ്ട് ആണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഹസ്ബൻഡിന് ഗ്രിഷാം പറയുന്നത് പോലെയൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. She also forced Baldwin just to say I don't remember in the court when judge questions him. അതുപോലെ ബാൽവിനോട് പറയുന്നുണ്ട് I don't remember എന്ന് പറയണം, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എന്ന് നിങ്ങൾ പറയണമെന്ന് ജഡ്ജ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ പറയണമെന്ന് കൂടി പറയാൻ ബാൽവിനോട് പറയുന്നു. She also persuades him not to spoil his son's name because Baldwin named his son as John Gresham because of his love and respect for his friend. അതുപോലെ പറയുന്നുണ്ട് മകൻ്റെ പേര് വെറുതെ നിങ്ങൾ ചീത്തയാക്കരുതെന്ന് പറയുന്നു. കാരണം ജോൺ ഗ്രഷാം എന്നുള്ള പേരിട്ടത് തന്നെ ഗ്രഷാമിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മകൻ്റെ പേര് നിങ്ങൾ ചീത്തയാക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ഹർ ഇറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി ടു സേവ് ഹിസ് സൺസ് നെയിം. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായത്തിൽ ഇത് നിങ്ങളുടെ കടമയാണ്, മകൻ്റെ പേര് നല്ലതാക്കുക അല്ലെങ്കിൽ മകൻ്റെ പേര് സ്പോയിൽ ചെയ്യരുത് എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് എന്ന് അവർ പറയുന്നു. This proves that even though she is a worldly woman, she can resist the temptation of money. ഇത് അവരൊരു നല്ല സ്ത്രീ ആയിരുന്നു എങ്കിൽ പോലും അവരുടെ പണത്തിനോടുള്ള ആ ഒരു പണം കാണുമ്പോൾ അവരുടെ ആ ഒരു ആർത്തി നമുക്ക് ഇതിലൂടെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരൊരു നല്ല സ്ത്രീ ആയിരുന്നു, പക്ഷേ പണത്തിൻ്റെ മുന്നിൽ അവർക്ക് പണത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് അവർക്ക് മാറുവാനായിട്ട് സാധിക്കുന്നില്ല.
ബട്ട് ഇൻ ദ എൻഡ് എവരി വൺ അപ്രീഷിയേറ്റഡ് ബാൽവിൻ ഫോർ ഹിസ് ഓണസ്റ്റ് നേച്ചർ. ഷീ ഓൾസോ ഫീൽ പ്രൗഡ്. പക്ഷെ അവസാനം എല്ലാവരും ബാൽവിൻ്റെ ഓണസ്റ്റ് നേച്ചർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കും അവസാനം ഒരു പ്രൗഡ് ഫീലിംഗ് ഹസ്ബൻഡിനെ പറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച്. നെക്സ്റ്റ് വൺ ഈസ് ജോൺ ഗ്രഷാം ബാൽവിൻ. അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജോൺ ഗ്രഷാം ബാൽവിൻ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഗ്രഷാമിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതരുത്. ജോൺ ഗ്രഷാം ബാൽവിൻ എന്ന് വന്നു കഴിഞ്ഞാൽ ബാൽവിൻ്റെ മകൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് അവിടെ എഴുതേണ്ടത്. കാരണം ഈ രണ്ട് പേരുകളും ഒരേ പേരുകൾ തന്നെയാണ് അല്ലേ, അതുകൊണ്ട് തിരിഞ്ഞു പോരുത് കേട്ടോ. John is the son of Robert Baldwin, central character of the play Hour of Truth by Percival Wilde. He is a representative of angry young men of that age. അപ്പോൾ അദ്ദേഹം ജോൺ എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഒരു ഏജിലുള്ള ആംഗ്രി യങ് മെൻ, അതായത് ശുഭിത യുവത്വത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്. He is 27 years old. He is another earning member of Baldwin's family. He earns $30,000 in a week, which is a small sum of money. അപ്പം 27 വയസ്സുണ്ട് ആ ജോണിന്. അതുപോലെ ആ ഫാമിലിയിലെ മറ്റൊരു ഏർണിംഗ് മെമ്പറാണ്. $30,000 ആണ് ഒരു വീക്കിൽ അദ്ദേഹം ഏൺ ചെയ്യുന്നത്. In the opening part of the play, he was smoking a pipe and waiting for his father. It shows that he was also anxious and tensed about the situations. So, opening part-ൽ അദ്ദേഹം ഒരു പൈപ്പ് സ്മോക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഫാദറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് അയാളും ആങ്ഷ്യസ് ആണ് അല്ലെങ്കിൽ ടെൻസ്ഡ് ആണ് എന്ന് കാണിക്കുന്നതാണ്. ദോ ഹി സപ്പോർട്ട്സ് ബാൽവിൻ അറ്റ് ഫസ്റ്റ്, ഹി ചേഞ്ചസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ആഫ്റ്റർ ഹിയറിംഗ് ദ ഹ്യൂജ് സം ഓഫ് മണി ഗ്രഷാം ഓഫേർഡ് അസ് ബ്രൈബ്. ആദ്യം നമ്മുടെ ബാൽവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബ്രൈബ്, ഈ കൈക്കൂലി കേൾക്കുമ്പോൾ കൈക്കൂലി കിട്ടുമെന്നറിയുമ്പോൾ ഇയാളും മനസ്സ് മാറ്റുന്നുണ്ട്. In the beginning, he is very stubborn against Mr. Gresham and he criticized his wrong ways. He even questioned and criticized the friendship of his father with Gresham. ആദ്യം ഈ പ്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗ്രഷാമിൻ്റെ പ്രവൃത്തികളെ ഇയാൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അച്ഛനും ഗ്രഷാമും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെയും ഇയാൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വിമർശിക്കുന്നുണ്ട്. But when he understands about huge sum of money offered by Gresham, is willing to compromise his principles. അതേസമയം ഹ്യൂജ് സം ഓഫ് മണി ഗ്രഷാം ഓഫർ ചെയ്യുന്നത് കേട്ടപ്പോൾ ഇയാളുടെ എല്ലാ പ്രിൻസിപ്പിൾസും, ഇയാളുടെ എല്ലാ ഐഡിയൽസും, അല്ലെങ്കിൽ കറക്റ്റ് മലയാളം മീനിങ് എന്ന് പറയുമ്പോൾ അയാളുടെ എല്ലാ തത്വങ്ങളും അല്ലെങ്കിൽ അയാളുടെ എല്ലാ ഈ കറക്റ്റ് മലയാളം മീനിങ് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു അയാളുടെ ഐഡിയൽസ് എല്ലാം വന്ന് വെക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ അറിയുമ്പോൾ, ഓക്കെ, ഈ ബ്രൈബ് കിട്ടുമെന്ന് അറിയുമ്പോൾ. He even tried to convince his father by saying that it will be very bad if he sent John Grisham to jail because he has the same name. അതുപോലെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഇതുപോലെ ഗ്രഷാമിനെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടാൽ എൻ്റെ പേരും കൂടി സ്പോയിൽ ചെയ്യുന്നത് പോലെയാണ് എന്ന് ഇയാൾ അച്ഛനോട് പറയുന്നുണ്ട്. He also said Gresham was paying that much amount because he had underpaying Baldwin for so many years. അതുപോലെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഗ്രഷാം ഒരുപാട് നാളായിട്ട് താങ്കൾക്ക് അണ്ടർ പേയിങ് ആയിരുന്നുവല്ലോ, അതായത് വളരെ കുറച്ച് സാലറി അല്ലേ തരുന്നുള്ളായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്തത് എന്ന് പോലും ഈ മകൻ അച്ഛനോട് പറയുന്നുണ്ട്. Throughout the play, John argues a lot to Baldwin. അതുപോലെ ഈ പ്ലേ മുഴുവൻ ഏറ്റവും കൂടുതൽ ബാൽവിനോട് ആർഗ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ വാദിക്കുന്നത് ജോണാണ്. But he loves his father very much. This can be seen throughout the play. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും അച്ഛനെ അയാൾ സ്നേഹിക്കുന്നുണ്ട്. അത് ഈ പ്ലേ മുഴുവൻ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ജോൺ ഗ്രഷാം ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. നെക്സ്റ്റ് വൺ ഇസ് എവി. Evie is the daughter of Robert Baldwin, central character of the play The Hour of Truth by Percival Wilde. അപ്പോൾ പെർസിവൽ വൈൽഡിൻ്റെ പ്ലേ ആയിട്ടുള്ള നമ്മുടെ ദ അവർ ഓഫ് ട്രൂത്ത് എന്നുള്ള പ്ലേയിൽ സെൻട്രൽ ക്യാരക്ടറിൻ്റെ മകളാണ് എവി, അല്ലെങ്കിൽ റോബർട്ട് ബാൽവിൻ്റെ മകളാണ് എവി. ഷീ ഈസ് എ മൈനർ ക്യാരക്ടർ ത്രൂ ഔട്ട് ദ പ്ലേ. ഈ പ്ലേ മുഴുവൻ ഉണ്ടെങ്കിൽ പോലും അവളൊരു മൈനർ ക്യാരക്ടറാണ്. ഷീ ലവ്സ് ഹർ ഫാദർ ആൻഡ് പ്രൗഡ് ഓഫ് ഹിസ് ഓണസ്റ്റ് ക്യാരക്ടർ. അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ഭയങ്കര ഇഷ്ടം മാത്രമല്ല അച്ഛനെ പറ്റി അഭിമാനം കൂടിയാണ് അവൾക്ക്. കാരണം അച്ഛൻ വളരെ സത്യസന്ധനാണല്ലോ, അപ്പോൾ അതിൽ അവൾക്ക് അഭിമാനം കൂടിയാണ്. ഷി വാസ് വെരി ആങ്ഷ്യസ് ആൻഡ് ടെൻസ്ഡ് അബൌട്ട് ദ അറൈവൽ ഓഫ് ബാൽവിൻ ഇൻ ദ ഓപ്പണിംഗ് ഓഫ് ദ പ്ലേ. ഈ പ്ലേയുടെ ഓപ്പണിങ്ങിൽ അവൾ വളരെ ടെൻസ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ അവൾ വളരെ ആങ്ഷ്യസ് ആണ്, അച്ഛനെ വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. She is a great support to her father. During the course of the play, like other characters, she to change her mind little bit. അപ്പോൾ അവളും അച്ഛന് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവൾ. പക്ഷേ മറ്റ് ക്യാരക്ടേഴ്സിനെ പോലെ ഈ പ്ലേ പ്രോഗ്രസ് ചെയ്യുമ്പോൾ അവളും അവളുടെ മൈൻഡ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തു.
Her words, "Why do you call it bribe money, father?" proves that money influenced her too. അപ്പോൾ അവളുടെ ചോദ്യം ടെക്സ്റ്റിൽ നിന്ന് എടുത്തുള്ള ലൈനാണിത്. "Why do you call it bribe money?" അപ്പം എന്താണ് അച്ഛൻ എന്തിനാണ് ഇതിന് ഒരു കൈക്കൂലി എന്ന് പറയുന്നത് എന്നുള്ള അവളുടെ ചോദ്യം അല്ലെങ്കിൽ അവളുടെ വാക്കുകൾ അവളും പണത്തിനോട് ഇൻഫ്ലുവൻസ്ഡ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. She also compels her father to accept the bribe money and find every possible excuses for it. അപ്പോൾ അവളും അച്ഛനെ ബ്രൈബ് മണി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരുപാട് എക്സ്ക്യൂസസ് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊരു ശരിയായ കാര്യമാണ് എന്ന് സ്ഥാപിക്കാനായിട്ട്. ബട്ട് കമ്പയർ ടു അതർ ക്യാരക്ടേഴ്സ് ഷീ ഡിഡ്ന്റ് ട്രൈ മച്ച് ടു ചേഞ്ച് ഹെർ ഫാദർ. പക്ഷേ മറ്റ് ക്യാരക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ചെയ്ത അത്രയും ഒന്നും അവൾ അച്ഛൻ്റെ മനസ്സ് മാറ്റുവാനായിട്ടൊന്നും ചെയ്യുന്നില്ല. ദിസ് മേക്സ് ഹർ ഡിഫറെൻറ്റ് ഫ്രം അതർ ക്യാരക്ടേഴ്സ്. ഇതാണ് അവളെ മറ്റ് ക്യാരക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എവിയുടെ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ വളരെ ചെറിയൊരു ക്യാരക്ടർ സ്കെച്ചാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവി അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ല, മൈനർ ക്യാരക്ടറാണ്. പക്ഷേ അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ അല്ലെങ്കിലും 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം. റോൾ ഓഫ് എവി ഇൻ ദ അവർ ഓഫ് ട്രൂത്ത് എന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം, കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് വേണമെങ്കിൽ എഴുതാം. അതല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഒരു സിറ്റുവേഷണൽ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എവി ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ സിറ്റുവേഷനോട് പ്രതികരിക്കുക. ആ ഒരു രീതിയിൽ വേണമെങ്കിൽ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഈ ക്യാരക്ടർ സ്കെച്ച് സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അതിൽ നമ്മൾ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഫോക്കസ് ഏരിയ ലെസൺസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയ ലെസൺസിൽ നിന്നുള്ള ബാക്കി ഇനി പറയാനുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ലാസ്റ്റ് ക്യാരക്ടർ സ്കെച്ച് വീഡിയോ ആയ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാപ്പി ലേണിംഗ് ആൻഡ് താങ്ക് യു.